തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെണ്ണുകേസിൽ മുങ്ങുമോ എന്ന കടുത്ത ആശങ്കയിലാണ് കോൺഗ്രസ്. രാഹുലിനെതിരായ കേസിനെക്കുറിച്ച് പ്രതികരിച്ച് മുന്നോട്ടു പോകേണ്ട അവസ്ഥയിലാണ് നേതാക്കൾ. രാഹുലിന്റെ ഒളിവ് ജീവിതവും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരത്തെത്തിയെന്നാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു. രാഹുൽ നേരിട്ട് എത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായിട്ടാണ് ഇന്നലെ രാഹുൽ തലസ്ഥാനത്തെത്തിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നുവെന്നായിരുന്നു വിവരം. ഇതിനിടയിലാണ് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലടക്കം വിവരമില്ല. അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ചയായിരിക്കും പരിഗണിക്കുക. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ തിങ്കളാഴ്ച പരിഗണിക്കുമെന്നായിരുന്നു വിവരം. എന്നാൽ ഹർജി ബുധനാഴ്ച പരിഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഇതിൽ ഒപ്പിടുന്നതിനായിട്ടാണ് രാഹുൽ ഇന്നലെ തിരുവനന്തപുരത്തെത്തിയത്. മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുമ്പായി രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചു പോയിരുന്നോ എന്ന കാര്യത്തിലടക്കം വിവരമില്ല. പാലക്കാട് വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്നാണ് രാഹുലിന് ലഭിച്ച നിയമോപദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട്. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാടുണ്ട്. അതേസമയം ഫസലിന്റെ ഫോൺ കഴിഞ്ഞ ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ ഫസലും ഡ്രൈവറും MLA ഓഫീസിലെത്തിയിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കുന്നത്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ യുവതിയുടെ രഹസ്യമൊഴിയെടുത്തിരുന്നു. ലൈംഗിക പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്നതടക്കം 7 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ലൈംഗിക പീഡനവും ഭീഷണിയും ഉണ്ടായെന്നും ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്നും യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക യുവതിക്കു നൽകിയതിന് രാഹുലിന്റെ സുഹൃത്ത് പത്തനംതിട്ട സ്വദേശി ജോബി ജോസഫിനെ 2ാം പ്രതിയാക്കിയിട്ടുണ്ട്. ഇക്കൊല്ലം മാർച്ച് മുതൽ മെയ് വരെ തിരുവനന്തപുരത്തും പാലക്കാടുമായി 4 ഇടങ്ങളിൽ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് 20 പേജുള്ള മൊഴിയിൽ പറയുന്നത്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ലൈംഗികമായി പീഡിപ്പിച്ചു. ജോബി ജോസഫ് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക നൽകിയെന്നും വീഡിയോ കോൾ ചെയ്ത് രാഹുൽ കാറിൽ വെച്ച് അത് നിർബന്ധിച്ച് കഴിപ്പിച്ചെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു.